മിഥുനത്തിലെ ഒരു കോമഡി രംഗമാണിത്. മിഥുനം എന്ന് പറയുന്നത് തന്നെ കോമഡി കൊണ്ട് അഭിഷേകമാണ്. എല്ലാം കോമഡിയാണ്. കണ്ടില്ലേ, മീനയും ഉർവശിയും ചെവി പൊത്തി നിൽക്കുന്ന കണ്ടോ? അതൊരു പ്രത്യേക കാര്യമാണ്. ഇവിടെ ഒരു മന്ത്രവാദിയായിട്ട് അഭിനയിക്കുന്നത് നെടുമുടിയാണ്, നെടുമുടി വേണു. അപ്പോൾ മറ്റ് അംഗങ്ങളും എല്ലാം അവിടെ നിൽപ്പുണ്ട്. ജഗതി ശ്രീകുമാർ, ഇന്നസെൻ്റ് ഒക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ സേതുമാധവൻ, ഈ രണ്ട് സ്ത്രീകൾ ഒക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അതായത് അവിടെ പുരയിടത്തിൽ കുഴിച്ചിട്ട ഒരു പാത്രം കിട്ടി, എന്തോ ഒരു തകിട് എന്തോ കുഴിച്ചിട്ടു. അപ്പോൾ അത് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ കയ്യിൽ കിട്ടിയത്. അത് എടുത്തു വെച്ചിട്ട് ഇതിനകത്തെ ഇദ്ദേഹമാണ് ജഗദീശ്വരകുമാറാണ് സുഗതനായിട്ട് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ അളിയനും കൂടെ എപ്പോഴും എന്താ വഴക്കാണല്ലോ, എപ്പോഴും രണ്ടുപേരും, അതായത് കുറുപ്പായിട്ടാണ് ഇന്നസെൻ്റ് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും കണ്ണോട് കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ വഴക്കാണ്. അപ്പോൾ അദ്ദേഹം ഇന്നസെൻ്റ് ജഗതിക്കെതിരെ അതായത് മന്ത്രം ചെയ്തു വച്ചിരിക്കുകയാണ്, ദോഷം ചെയ്തു വച്ചിരിക്കുകയാണെന്നുള്ള കണക്കൂട്ടിലാണ്. അപ്പം മന്ത്രവാദിയെ കൊണ്ടുവന്ന്, മന്ത്രവാദിയായിട്ടാണ് നെടുമുടി വേണു വേഷമിട്ടിരിക്കുന്നത്. മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഇതെടുത്ത് അതായത് തേങ്ങ എറിഞ്ഞൊടിച്ച് പൊട്ടിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇത് ഞാൻ ഇപ്പം പൊട്ടിച്ച ഉടനെ തന്നെ ഇത് കുഴിച്ചിട്ട ആളിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറയുക. അപ്പോൾ അതൊരു വളരെ രസകരമായ ഒരു രംഗമാണ്. അവരെല്ലാം അവിടെ നിൽക്കുക. ഇന്നസെൻ്റൊക്കെ നല്ല കൂളായിട്ട് നിൽക്കുന്നു. ആ വീട്ടിലുള്ള അംഗങ്ങളെല്ലാം അവിടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക അവിടെ. അപ്പോൾ അവരുടെ വീട്ടിൽ അപ്പോൾ ശങ്കരാടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, ഇതെന്തുവാ സംഭവം. അപ്പം ഇന്നസെൻ്റ് കുറുപ്പ് മറ്റേ അളിയന് പാര വെച്ചതാണ്, അല്ലെങ്കിൽ മന്ത്രം തകിട് കുഴിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് പൊട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് ഭയക്കുന്നത്. മീനയും അവിടുത്തെ ജോലിക്കാരിയാണ്, അതുപോലെ സുലോചന, അതായത് ഉർവശിയാണ് സുലോചനയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞിരിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ തലയെ കൈ വെച്ചിരിക്കും. അപ്പം സേതുമാധവൻ, മോഹൻലാലാണല്ലോ സേതുമാധവൻ, അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഇത് എന്തുവാ എന്ന്. അപ്പോൾ ഇവരിങ്ങനെ ചെവിയിലിങ്ങനെ തലയിലിങ്ങനെ കൈവച്ച് ഇരിക്കുമ്പോൾ ഇയാൾ സംശയിക്കുകയാണ് ഇവരെന്തുവാ സംഭവം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവസാനം എന്ത് ചെയ്തു, ഇയാളിങ്ങനെ ഇപ്പം ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞിങ്ങനെ മന്ത്രവാദി ഇങ്ങനെ തേങ്ങയും കൊണ്ട് ഇപ്പം ഞാൻ പൊട്ടിച്ച ഉടനെ തന്നെ അവരുടെ ഇത് ചെയ്തവരുടെ തല തറയിൽ കിടന്ന് ഉരുളും, പൊട്ടിത്തെറിക്കും എന്ന് പറയും. അപ്പോൾ ഈ ജഗതി എന്തോ ചെയ്യും, പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിങ്ങനെ പൊട്ടിക്കടോ എന്ന് പറയും. അപ്പോൾ അയാൾ ഇത് തേങ്ങ വാങ്ങിച്ചങ്ങ് എറിഞ്ഞങ്ങ് പൊട്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇല്ല, പെണ്ണുങ്ങൾ രണ്ടുപേരും പെട്ടെന്നില്ല പൊട്ടിക്കുന്ന സമയത്ത് മീനയും ഉർവശിയും കൂടി ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കൈവച്ചിങ്ങനെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് ഭയന്ന് അവർ നിൽക്കുന്ന രംഗമാണ് ആ കാണുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതെല്ലാം പൊട്ടിച്ച് അപ്പോൾ ഉടനെ അപ്പോൾ ഇന്നസെൻ്റ് പറയുക, എടാ ഞാൻ ഈ പുരയിടത്തിലെല്ലാം ഞാൻ മന്ത്രവാദം ചെയ്ത് ഓരോന്ന് ഞാൻ കുഴിച്ചിട്ടുണ്ട്, നിനക്ക് കുഴപ്പം വരാനെന്ന് പറയും. എല്ലായിടവും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, എല്ലായിടും ഇട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഈ ജഗദീഷ് ശ്രീകുമാർ ഭാര്യയും മോനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. മന്ത്രവാദി ഓടിപ്പോവും. ഇവർ നമുക്ക് പോകാം. അപ്പം ജഗതിയുടെ ഒരു പോക്കുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്തും എങ്ങും ചവിട്ടാതെ ഒരു പോക്കുണ്ട്. അപ്പം നമ്മൾ മോനോട് പറയും, മോനെ അവിടെ നിന്ന് നീ ചവിട്ടല്ലേ, വല്ലതൊക്കെ പറ്റും. അപ്പോൾ അയാൾ ഓടി അങ്ങ് അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പോൾ ഉടനെ ഈ മീന അവിടെ നിന്ന് ആ സ്ഥലത്തു നിന്ന് രംഗത്തു നിന്ന് അങ്ങ് പെട്ടെന്ന് അങ്ങ് വലിയാനായിട്ട് ശ്രമിക്കുമ്പം സേതുമാധവൻ, മോഹൻലാൽ ഓടിച്ചെന്ന് അവരെ പിന്തുടർന്നവരെ പിടിച്ച് നിർത്തിയിട്ട് അയാൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നും. പിടിച്ചിട്ട് ചോദിക്കുക, എന്താ കാര്യം, നിങ്ങളെന്തിനാ ഈ ഓടിപ്പോകുന്നതെന്ന് ചോദിക്കും. അവിടെ നിൽക്കാമെന്ന് പറയും. സത്യം പറ, നിങ്ങളല്ലയോ അതവിടെ കുഴിച്ചു വെച്ചതെന്ന് ചോദിക്കും. അപ്പോൾ കുഴിച്ചു വെച്ചെന്ന് ഇന്നസെൻ്റ് ഞാനാ കുഴിച്ചു വെച്ചത്, ചുമ്മാതെ ഇയാളെ പേടിപ്പിക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെ അയാളെ പേടിച്ച് ഇയാളങ്ങ് പോകും. ഒരു അന്ധവിശ്വാസത്തിൻ്റെയും കൂടെ ഒരു കഥയാണ് അതാ അത്രയും ഭാഗം. അപ്പോൾ ഇവർ പറയും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ മോഹൻലാൽ ചോദിക്കുമ്പോൾ പറയുന്നതാണ്, അത് ആരാ ഇത് കുഴിച്ചിട്ടേന്ന് ചോദിക്കും. അപ്പോൾ പറയും, സുലുക്കുഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാ, കുഞ്ഞിനോട് സ്നേഹം തോന്നുന്നതിന്, സേതുവിന് സ്നേഹം തോന്നുന്നതിന് വേണ്ടി ചെയ്തതാന്ന് പറയും. അപ്പോൾ ഇതാരാ കുഴിച്ചിട്ടത്, ഈ മീനെയാണ് തകിടെല്ലാം കൂടെ ജപിച്ചുകൊണ്ട് വന്ന പുരയിടത്തിൽ കുഴിച്ചിട്ടത്, സുലുവിനോട് സ്നേഹം തോന്നുന്നതിന് വേണ്ടി. അപ്പോഴാണ്
അപ്പോൾ അങ്ങനെ ഉള്ളൊരു കഥയാണ്. ഇത് വളരെ രസകരമാണ്. ജഗതി അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഇന്നസെൻറ്റിൻ്റെ ആ നിപ്പ് കണ്ടില്ലേ, ഞാനാണിത് ചെയ്തത്. അപ്പോൾ പലരും പല രീതിയിലാണ്. സേതുമാധവനാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇതെന്തോ ഇവിടെ നടക്കുന്നത് എന്നറിയാൻ വയ്യാത്ത ഒരിതിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. ഇന്നസെൻ്റ് ആണെങ്കിൽ ഇന്നസെൻറ്റും ഭാര്യയും കൂടെ നിൽക്കുന്നുണ്ടോ അവിടെ. അപ്പോൾ ഞാനിത് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുറുപ്പ് നിൽക്കുന്ന കണ്ടില്ലേ, ഞാനിത് ചെയ്തു എന്നില്ല അയാളെ ബോധ്യം വരുത്തുന്ന രീതിയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് പെണ്ണുങ്ങൾക്കാണ് ഇത് ചെയ്തതിൻ്റെ എഫക്റ്റ് വരുന്നതായിട്ട് അവർക്കിങ്ങനെ തോന്നും. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ച് അവരിങ്ങനെ കാതുപൊത്തി നിൽക്കുന്നതും പിന്നെ ജഗതി അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഉടനെ സേതുമാധവൻ വന്ന് സുലോചനയോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പം സമാധാനമായല്ലോ, ചേച്ചി അളിയനെയൊക്കെ പിണക്കി വിട്ടല്ലോ എന്ന് ചോദിച്ച് അവർ തമ്മിലൊരു കുടുംബകലഹം അവിടെ ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വളരെ രസകരമായ ഒരു കോമഡി രംഗം തന്നെയാണിത്.